കഴിഞ്ഞ 5 വർഷമായി ഏറെക്കുറെ ശാന്തമായിരുന്നു കശ്മീർ. വെടിയൊച്ചകൾ നിലയ്ക്കാതിരുന്ന ഭൂതകാലം മറന്ന് പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ ദിവസങ്ങളിലേക്ക് ജമ്മു കാശ്മീരിൽ എത്തിക്കൊണ്ടിരുന്നത്. 2019 പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം ഇത്രയധികം പേർ കൊല്ലപ്പെടുന്ന ഭീകരാക്രമണം കശ്മീരിൽ ഇതാദ്യമായാണ്. സഞ്ചാരികൾ കൂട്ടത്തോടെ കശ്മീർ താഴ്വരയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന സമയം തന്നെ ഭീകരാക്രമണത്തിന് തെരഞ്ഞെടുത്തതും ഇരകളായി സഞ്ചാരികളെ തന്നെ തെരഞ്ഞെടുത്തതിലും ഭീകരവാദത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. കശ്മീർ ഭൂമിയിലെ സ്വർഗമായ സ്വപ്നഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞ വർഷം താഴ്വരയിലെത്തിയത് 2,30,00,000 സന്ദർശകർ. ഭീകരവാദത്തിന്റെ കരിനിഴൽ ഒഴിഞ്ഞ് കശ്മീർ ജീവിതം അതിന്റെ എല്ലാ സ്വാഭാവികതയിലും സൗന്ദര്യത്തിലും ചലിച്ചു തുടങ്ങിയതായിരുന്നു. ഗ്രനേഡുകളെയും യന്ത്രത്തോക്കുകളെയും പേടിക്കാതെ തെരുവുകൾ ഉണർന്നു. വെടിക്കോപ്പുകൾ വിള്ളലേൽപ്പിക്കാത്ത കശ്മീർ, സൈന്യത്തിന്റെ റൂട്ട് മാർച്ച് ദിനചര്യയുടെ ഭാഗമല്ലാത്ത കശ്മീർ, ടൂർ ഓപ്പറേറ്റർമാർ, ഗൈഡുകൾ, കച്ചവടക്കാർ, കുതിരസവാരിക്കാർ, ട്രക്കിംഗ് സാമഗ്രികൾ വാടകയ്ക്ക് നൽകുന്നവർ, അങ്ങനെ എല്ലാ മേഖലയിലെയും മനുഷ്യരുടെ മുഖവും മനസ്സും വിടർന്നതായിരുന്നു. ട്യുലിപ്പ് വസന്തം കാണാൻ, പഹൽഗാമിലെ പൈൻമരക്കാടുകളിലെ പ്രാചീന സംഗീതത്തിന് കാതോർക്കാൻ, ഹിമശിഖരങ്ങളിലേക്ക് ട്രക്ക് ചെയ്യാൻ ലോകമെങ്ങും നിന്ന് സഞ്ചാരികൾ താഴ്വരയിലേക്ക് എത്തി. അവധിക്കാലം തുടങ്ങിയതോടെ കശ്മീർ സഞ്ചാരികളാൽ നിബിഡമായിരുന്നു. ആ സമയത്താണ് AK-47 തോക്കുകളും M4 അസാൾട്ട് റൈഫിളുകളും രാജ്യത്തിന്റെ സ്വാസ്ഥ്യത്തിലേക്ക് തീയുണ്ടകൾ പായിച്ചത്. പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണിത്. 2000-ലും 2001-ലും അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾക്ക് ശേഷം ജമ്മു കശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരർ ഇത്ര വലിയ ആക്രമണം നടത്തുന്നത് ഇതാദ്യം. G20 ടൂറിസം ഉച്ചകോടി ശ്രീനഗറിൽ നടന്നതടക്കം തീവ്രവാദികളെ അലോസരപ്പെടുത്തിയിരുന്നു. അമർനാഥിലേക്കുള്ള പ്രവേശനപാത കൂടിയായ പഹൽഗാം തന്നെ ഭീകരർ തെരഞ്ഞെടുത്തത് ആലോചിച്ച് തന്നെയാകണം. മലയാളികളടക്കം 10,000-ങ്ങളാണ് ഇപ്പോൾ പഹൽഗാമിലും സമീപദേശങ്ങളിലുമായി ഉള്ളത്. ഇതര സംസ്ഥാനക്കാരും വിദേശികളുമാണ് ആക്രമണത്തിൽ മരിച്ചവരിലേറെയും. സഞ്ചാരികളിലേക്ക് ഭീകരതയുടെ തൊക്കിൻ കുഴൽ തിരിയുന്നത് കൃത്യം ലക്ഷ്യത്തിലാണ്. സന്തോഷം തേടി വന്ന നിഷ്കളങ്കരായ മനുഷ്യരുടെ ചോരയും ജീവനുമല്ല, കശ്മീരിന്റെ സമാധാനമാണ് ഉന്നം. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക മാത്രമല്ല, താഴ്വര ശാന്തമെന്ന തോന്നൽ ഇല്ലാതാക്കുക കൂടിയാണ് ഭീകരതയുടെ ലക്ഷ്യം. കശ്മീരിൽ അവധിക്കാലം ചെലവഴിക്കാൻ കരുതിയിരുന്നവർ ഇനി ആ പദ്ധതി റദ്ദാക്കാൻ ആലോചിക്കും. വിനോദസഞ്ചാര മേഖല തകർന്നാൽ അത് കശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ഓഹരി വിപണിയിലടക്കം പഹൽഗാം ആക്രമണം പ്രതിഫലിക്കുമെന്ന് രാജ്യത്തിന് ആശങ്കയുണ്ട്. കശ്മീർ കേന്ദ്ര ഭരണത്തിന് കീഴിലാക്കി 5 വർഷം കഴിഞ്ഞിട്ടും മേഖലയിൽ തീവ്രവാദത്തിന്റെ വേരറുക്കാനായിട്ടില്ല എന്നതും ആശങ്കാജനകം. ഇതര സംസ്ഥാനക്കാരെ തെരഞ്ഞുപിടിച്ച് ലക്ഷ്യമിട്ട 6 ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ജമ്മു കശ്മീരിലുണ്ടായി. കുറ്റം ചാർത്തലുകൾക്കും കൈചൂണ്ടലുകൾക്കും അപ്പുറം ഈ ഘട്ടത്തിൽ രാജ്യം ഒരു മനസ്സായി നിന്ന് ഭീകരതയെ തോൽപ്പിക്കണം. സൈന്യത്തിലും സംവിധാനങ്ങളിലും നമുക്ക് വിശ്വാസമർപ്പിക്കാം. ഉറ്റവർ നഷ്ടമായവരുടെ തീരാ സങ്കടത്തിനൊപ്പം നിൽക്കാം. ഈ യുദ്ധത്തിൽ ഇന്ത്യ തോൽക്കില്ല. തോറ്റുപോകാൻ കശ്മീരിനെ നമ്മൾ അനുവദിക്കില്ല. ഭീകരതയുടെ കരിമേഘം നീങ്ങും. താഴ്വരയിൽ ട്യൂലിപ്പുകൾ വിടരും. മനുഷ്യർ ഇനിയും ചിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.